ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഒരു പ്രവൃത്തി മുമ്പേ തുടങ്ങിയിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഓക്കെ, ഒരു പ്രവൃത്തി മുമ്പേ തുടങ്ങിയിട്ടുണ്ട്, ആ ഒരു പ്രവൃത്തി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിന്റെ ING ഫോം. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഹാവ് ഉപയോഗിക്കുന്നത്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഹാസ് ഉപയോഗിക്കുന്നത്. ഇനി നോക്കൂ, നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. വി ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് സിൻസ് 2001. വി ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സിൻസ് മുതൽ, ഏത് മുതൽ? 2001, 2001 മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം വരിക. അപ്പൊ 2001 തുടങ്ങിയിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം, അല്ലേ? അപ്പൊ നോക്കൂ, സബ്ജക്റ്റ് വി ആദ്യം വന്നു. വി വന്നപ്പോൾ ഓക്സിലറി ഏതാണ് വന്നത്? ഹാവ് വന്നു. പിന്നീട് ബീന് വന്നു. സ്റ്റഡിന്റെ ING ഫോമായ സ്റ്റഡിങ് വന്നു. ഇംഗ്ലീഷ് എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. പിന്നീട് കണ്ടത് നിങ്ങൾ സിൻസ് എന്നുള്ളൊരു വേർഡ് വന്നില്ല. ഇവിടെ ഈ സിൻസ്, ഫോർ, ഈ രണ്ട് വേർഡുകൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരും. സിൻസിന്റെ അർത്ഥം മുതൽ എന്നുള്ളതും ഫോർ എന്ന് പറഞ്ഞാൽ പീരിയഡ്, ടൈം പീരിയഡ് കാണിക്കാനാണ് ഫോർ ഉപയോഗിക്കുന്നത്. നമുക്ക് അടുത്ത ഉദാഹരണത്തിൽ നോക്കാം. പക്ഷെ ഇവിടെ കണ്ട നിങ്ങൾ വി ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് സിൻസ് 2001. നമ്മൾ ഇംഗ്ലീഷ് 2001 മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നോക്കൂ അടുത്ത ഉദാഹരണം. ഷി ഹാസ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് സിൻസ് 2002. ഷി ഹാസ് ബീൻ, ഷി എന്നുള്ള സിംഗിൾ സബ്ജക്ട് വന്നപ്പോൾ എന്തായി? ഹാസ് ആണ് വന്നത്, അല്ലെ? പിന്നീട് ബീന് വന്നു. പിന്നെ സ്റ്റഡിന്റെ ING ഫോമായ സ്റ്റഡിയിങ് വന്നു. ഇംഗ്ലീഷ് എന്ന ഒബ്ജക്റ്റ് വന്നു. സിൻസ് 2002, 2002 മുതൽ. സിൻസിന്റെ അർത്ഥം എന്താണ്? മുതൽ എന്നാണ് അർത്ഥം. 2002 മുതൽ എന്ത് ചെയ്യുന്നു? ഇംഗ്ലീഷ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. They have been watching cricket for 2 hours. They have been watching, അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്? ക്രിക്കറ്റ്. ഫോർ 2 hours, 2 മണിക്കൂറായിട്ട്. ഇവിടെ കണ്ടു നിങ്ങൾ ഫോർ എന്നാണത്, അല്ലെ? എത്ര മണിക്കൂറായിട്ട് എന്നുള്ള പീരീഡ് കാണിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫോർ ഉപയോഗിക്കുന്നത്. ഇതിന്റെ മുന്നത്തെ ഉദാഹരണത്തിൽ നമ്മൾ എന്താ ഉപയോഗിച്ചത്? സിൻസ്, അല്ലെ? മുതൽ എന്നുള്ള അർത്ഥം. അതെന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഫോർ അല്ലെങ്കിൽ സിൻസ്, ഇതിലേതെങ്കിലും ഒരു വേർഡ് വരും കേട്ടോ. ഈ ഒരു സെന്റൻസിൽ ഫോർ വന്നു. ഇതിന്റെ തൊട്ട് മുമ്പുള്ള ഉദാഹരണത്തിൽ നമ്മൾ എന്താ കണ്ടത്? സിൻസ് ആണ് കണ്ടത്, അല്ലെ?